കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നല്ല പാങ്ങിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ട് നമ്മൾ കല്ലുമ്മക്കായി. പിന്നെ അതുപോലെ അരി കഴുകിയെടുത്ത അരിയിലോട്ടേക്ക് നമ്മൾ ഒരു ഉള്ളിയും അതുപോലെ തന്നെ ജീരകവും തേങ്ങയും ഇട്ടിട്ട് മിക്സിയിൽ ജാറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മഞ്ഞൾ പൊടി ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ അതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇല്ലേ അത് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ലൂസായ രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ കിട്ടണം കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി കല്ലുമ്മക്കായിലോട്ടേക്ക് ഈ മാവ് നല്ലോണം നിറച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ അപ്പച്ചമ്പിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വന്ന ശേഷം ചൂടാറിയ ശേഷം നമ്മൾ എണ്ണ വരുത്തിക്കുക തോടായിട്ട്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലോട്ടേക്ക് ആവശ്യത്തിനധികം മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ലോണം തന്നെ നമ്മളെ വെളുത്തുള്ളി ചതച്ചത് എടുത്ത് കൊടുക്കുക കേട്ടോ. കാരണം നല്ല ഒരു ഫ്ലേവർ വരും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ വെളുത്തുള്ളി മാക്സിമം നല്ലോണം ഇടാൻ നോക്കുക. എന്നിട്ട് നല്ലോണം വെള്ളം കുഴച്ചിട്ട് കുറച്ച് ലൂസായ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല അടിപൊളി ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ കല്ലുമ്മക്കായി റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ടാറ്റാ.